ലോക്സഭാ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി ഇന്ത്യ മുന്നണിയിൽ ഭിന്നത. വനിതാ നേതാവ് വേണമെന്ന് മമത ആവശ്യപ്പെട്ടു. രാഹുൽ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കളും ആവശ്യപ്പെട്ടു. അതേസമയം പ്രോട്ടേം സ്പീക്കർ സ്ഥാനം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ സീനിയർ കോൺഗ്രസ് എം പി കൊടിക്കുന്നിൽ സുരേഷിന് പ്രതിപക്ഷ നേതാവാക്കണമെന്ന് പരിഹാസവുമായി കെ സുരേന്ദ്രൻ രംഗത്തെത്തി. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഈ NDA പരാജയപ്പെടുത്തി ഭാരതം ഭരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ പോലും അവർക്കൊരു വ്യക്തതയില്ല എന്നുള്ളതാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട BJP എന്ത് നിലപാടാണ് എടുക്കുന്നത്? ലക്ഷ്മി, 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നത്. കാരണം 2014-ലും 2019-ലും ദേശീയ തലത്തിൽ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാൻ വേണ്ടത്ര സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. ലോക്സഭയിൽ 55 സീറ്റുകൾ, അതായത് 10% MP-മാരുടെ അംഗബലം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഔദ്യോഗിക പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുകയുള്ളൂ. 2014-ൽ കോൺഗ്രസിന്റെ സീറ്റ് നില 44-ഉം 2019-ൽ 52-ഉമായിരുന്നു. എന്നാൽ ഈ തവണ 100 സീറ്റ് കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക്സഭയിൽ ഈ കുറി പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. പക്ഷേ അത് ആരാകണമെന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായ ഭിന്നതയാണ് കോൺഗ്രസിനകത്തും INDA മുന്നണിക്കകത്തും രൂപപ്പെടുന്നത്. രാഹുൽ ഈ സ്ഥാനം ഏറ്റെടുക്കണം എന്നൊരാവശ്യം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ രാഹുലിനും കോൺഗ്രസിനും പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകുന്നതിൽ INDA-യിലെ മറ്റു മുന്നണികൾക്ക് വലിയൊരു താല്പര്യമില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റു മുന്നണികളുടെ കരുത്തിലാണ് ഈ ഇത്രയും സീറ്റുകൾ ലഭിച്ചത്. അല്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങും കാര്യമായ ഒരു പെർഫോമൻസ് നടത്താൻ കഴിയില്ല എന്ന വികാരമാണ് INDA മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കുള്ളത്. ഒപ്പം വനിതാ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണമെന്ന വികാരം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുന്നോട്ട് വെച്ചതായി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആകെ ഈ പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ ഒരു ഭിന്നത നിലവിൽ ഈ ഇന്ത്യ മുന്നണിക്കകത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം ഇപ്പോൾ കെ സുരേന്ദ്രൻ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ, ഈ പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിനെ പരിഹസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ വെട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്, പ്രോടൈം സ്പീക്കർ സ്ഥാനം താൻ സീനിയർ നേതാവായിട്ടും തനിക്ക് നിഷേധിച്ചത് ദളിതനായതുകൊണ്ടാണ് എന്നൊക്കെയുള്ള ഒരു പ്രതികരണം കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. ദളിത് നേതാവായതുകൊണ്ടാണ് ഇത്രയും സീനിയോറിറ്റിയുള്ള കൊടിക്കുന്നിലിനെ പ്രോടൈം സ്പീക്കർ ആക്കാത്തത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ കൊണ്ടുവരൂ. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ MP-യും മാവേലിക്കരയിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷാണ്. മാത്രമല്ല ഇദ്ദേഹം ദളിത് വിഭാഗത്തിന്റെ നേതാവെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ നേതാവാക്കാത്തത് എന്നതാണ് കെ സുരേന്ദ്രന്റെ പോസ്റ്റ്. എന്തായാലും ദേശീയ തലത്തിൽ തന്നെ ഈ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടാണ് ഇപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നിപ്പോൾ രാവിലെ രംഗത്തെത്തിയിരിക്കുന്നത്. ഗൗതം, ഒറ്റ കാര്യം കൂടി, കാരണം ഈ 3 അക്കം ഒന്നും തിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു ലോക്സഭയിലെ ഫലം കോൺഗ്രസിന് പുതിയ ജീവൻ നൽകി പുനരുജ്ജീവിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. രാഹുലായിരിക്കും പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും സൂചനകളൊക്കെ വന്നു. പക്ഷേ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ ഈ മുന്നണിയിലെ മറ്റു പാർട്ടികൾ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണോ നിലവിൽ നോക്കിക്കാണേണ്ടത്? ലക്ഷ്മി, ഇതിൽ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് സീറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതായത് മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് നിൽക്കുകയും BJP ഒറ്റയ്ക്കൊരു ഭാഗത്ത് നിൽക്കുകയും അതായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്നത്. എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂടി, അതായത് ഇന്ത്യ മുന്നണിക്ക് 233 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസിന് 100 സീറ്റുണ്ട്. പക്ഷേ മറ്റു പല പ്രതിപക്ഷ പാർട്ടികളും ചൂണ്ടിക്കാണിക്കുന്നത് ഈ കോൺഗ്രസിന് 100 സീറ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനം എന്നത് തങ്ങളുടെ വിയർപ്പിന്റെ വിലയാണ് എന്ന വികാരം മറ്റ് പല പ്രതിപക്ഷ കക്ഷികൾക്കുമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് നിന്നാൽ കോൺഗ്രസിന്റെ പൊടി പോലും ഉണ്ടാകത്തില്ല എന്നത് ഒരു വസ്തുതയാണ്. അമേഠിയിലോ റായ്ബറേലിയിലോ ഒന്നും ഒരുപക്ഷെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. അവിടുത്തെ ക്രെഡിറ്റ് മുഴുവൻ സമാജ്വാദി പാർട്ടിയാണ് ഏറ്റെടുക്കുന്നത്. അതൊരു വസ്തുതയാണ്. സമാജ്വാദി പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിലാണ് കോൺഗ്രസിന് 6 സീറ്റ് ഉത്തർപ്രദേശിൽ ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരുപക്ഷെ നോട്ടയ്ക്കും പിന്നിലാകുന്ന സാഹചര്യം പല മണ്ഡലങ്ങളിലും ഉണ്ട് എന്ന വസ്തുത നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. ഇതാണ് പ്രതിപക്ഷ നേതൃനിരയിലെ പല മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്ന വികാരം. കാരണം ഈ വിജയത്തിന് ഈ സീറ്റുകളുടെ എണ്ണം കൂടിയതിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന ചില പ്രസ്താവനകൾ, അതായത് കോൺഗ്രസിന്റെ ഒരു കോർഡിനേഷനാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വാർ റൂമിൽ നടത്തിയിട്ടുള്ള ചില നീക്കങ്ങളാണ് ഈ പ്രതിപക്ഷ നിരയ്ക്ക് സീറ്റുകൾ കൂടാൻ കാരണം എന്നതിനെ പ്രതിപക്ഷ നേതൃനിരയിലെ തന്നെ നേതാക്കൾ തള്ളിക്കളയുന്നൊരു സാഹചര്യമുണ്ട്. കാരണം മുഴുവൻ മുന്നണിയും അല്ലെങ്കിൽ മുഴുവൻ പ്രാദേശിക കക്ഷികളും ഒരുമിച്ച് നിന്നുകൊണ്ട് BJP-യെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്.
എന്നിട്ടും ബി ജെ പിക്ക് തുടർഭരണം ലഭിച്ചു. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തന്നെ 240 സീറ്റുകൾ ലഭിച്ചു. 293 എന്ന വലിയ നമ്പറിലേക്ക് NDA എത്തി. പക്ഷേ എങ്കിലും പ്രതിപക്ഷത്തിന്റെ സീറ്റുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 2 മോദി സർക്കാരുകളെക്കാട്ടിൽ കൂടുതൽ അവർക്ക് പ്രതിപക്ഷ നിരയിൽ എണ്ണം കൂടി എന്നത് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ച്. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് ഒരു കാരണവശാലും രാഹുലിനോ കോൺഗ്രസിനോ അവകാശപ്പെടാൻ കഴിയില്ല എന്നതാണ് മറ്റ് പാർട്ടികളും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നോക്കിക്കാണേണ്ടത്.